മൊട്ടത്തലയാ എന്ന് ചിലർ വിളിച്ചു. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി ഇമ്മീഡിയറ്റ്ലി അവിടെ ഉണ്ടായി. കരടി ഇറങ്ങി വന്ന് കീറിക്കളഞ്ഞു. ദൈവത്തിന്റെ മക്കൾക്കെതിരെ, ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന, അഭിഷേകത്തിന്റെ കൂടിയ അളവുകൾ ചുമക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കെതിരെ ഒരു വാക്കു പറഞ്ഞാൽ പോലും ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. നമ്മുടെ അധരങ്ങളെ സൂക്ഷിക്കാമോ? നമ്മുടെ നാവുകളെ സൂക്ഷിക്കാമോ? നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞവരായി മാറുവാൻ നിങ്ങൾക്കെതിരെ ഒരുവനും വിരൽ ചലിപ്പിക്കുവാൻ, വായ് ചലിപ്പിക്കുവാൻ, നാവനക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തെ ചുമക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ശക്തിയെ ചുമക്കുന്നുവെങ്കിൽ, സ്തുതിച്ച് ആരാധിച്ച് വചനത്തെ ഏറ്റെടുത്ത് ദൈവ കൃപയിൽ നിങ്ങൾ മുന്നേറുന്നുവെങ്കിൽ ആരും നിങ്ങളെ നിസ്സാരന്മാരായി കാണുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. കരടി ഇറങ്ങണമെങ്കിൽ കരടി ഇറങ്ങും, തീ ഇറങ്ങണമെങ്കിൽ തീ ഇറങ്ങും. ദൈവത്തിന്റെ ന്യായവിധി ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകും. ആരുടെയും നാശം നമ്മുടെ ആഗ്രഹമല്ല, ആരും നശിച്ചു പോകുന്നതും നമുക്ക് ആഗ്രഹമില്ല. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും. നിങ്ങൾ ദൈവത്തെ മാനിക്കുമെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ നിങ്ങളെ നിസ്സാരന്മാരായി കാണുവാൻ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുവേൻ. അത്രയ്ക്കുള്ള ഒരു ദൈവ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വേണമെന്ന് ആഗ്രഹിക്കുവേൻ. അതിന് തക്കവണ്ണമുള്ള ഒരു ഒരുക്കവും സ്തുതികളും ആരാധനകളും വിശുദ്ധീകരണങ്ങളും സമർപ്പണങ്ങളും മാനസാന്തരങ്ങളും നമ്മിലുണ്ടാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വീട്ടിൽ വസിക്കണം. ഒരശുദ്ധിയും ഇരിക്കുവാൻ പാടില്ല. എൻ്റെ ചിന്താഗതിയിൽ ഒരു അശുദ്ധിയും ഉണ്ടാകുവാൻ പാടില്ല. ദൈവത്തിന്റെ ആലയമായി, ഒരു വിശുദ്ധിയുള്ള ഒരു ആലയമായി ഞാൻ ശോഭിക്കണമെന്ന് ആഗ്രഹിക്കുവേൻ.